തുർക്കിക്കെതിരെ കേന്ദ്ര സർക്കാർ നടപടി. ഡൽഹി, മുംബൈ വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സേവനങ്ങൾ നടത്തിയ തുർക്കി കമ്പനിക്ക് വിലക്ക്. സെലിബി എയർപോർട്ട് സർവീസസിന്റെ സുരക്ഷാ അനുമതിയും റദ്ദാക്കി. ഡൽഹിയിൽ നിന്നും പി ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, ഇപ്പോൾ തുർക്കിക്കെതിരെ നേരിട്ടുള്ള നടപടിയെടുക്കുന്നത് എങ്ങനെയാണ്? വിവരങ്ങൾ. കൊച്ചി, കണ്ണൂർ വിമാനത്താവളങ്ങളടക്കം രാജ്യത്തെ പ്രധാനപ്പെട്ട 9 വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സേവനങ്ങൾ നടത്തിയിരുന്ന സെലിബി ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സർവീസസിനാണ് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ, അതായത് വ്യോമ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയാണ് സെലിബിക്കുള്ള സുരക്ഷാ അനുമതി പിൻവലിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇവർക്ക് ഇവിടെയുള്ള പ്രവർത്തനം നിർത്തേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തുർക്കി എതിരെയുള്ള ഒരു നടപടി തന്നെയാണിത്. മറ്റ് ടൂറിസ്റ്റുകളുടെയും മറ്റുമൊക്കെ വിമാന ഹോട്ടലുകളും അല്ലെങ്കിൽ വിമാന കമ്പനികളും തമ്മിലുള്ള യാത്രകളൊക്കെ റദ്ദാക്കുന്നതല്ലാതെ ഇപ്പോൾ ആദ്യമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തുർക്കിക്കെതിരെ നേരിട്ട് ഒരു നടപടി എടുത്തിരിക്കുന്നത്. ഇന്ത്യ പാക് സംഘർഷത്തിൽ തുർക്കിക്ക് അനുകൂലമായ നിലപാട് പാകിസ്ഥാൻ അനുകൂലമായ നിലപാട് തുർക്കി സ്വീകരിച്ച ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. വസന്ത്, എന്തായാലും പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സേവനങ്ങൾ നടത്തിയ തുർക്കി കമ്പനിക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ നടപടി തുർക്കിക്കെതിരെ വന്നിരിക്കുകയാണ്.